പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് സാമ്പാറാണ്. സാമ്പാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ സാമ്പാർ. ഇതിൽ പരിപ്പ് ചേർക്കുന്നില്ല. അതിനായിട്ട് പച്ചക്കറികളെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സാമ്പാർ കഷ്ണങ്ങൾ പോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഇത് നന്നായി കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇടണം. സാമ്പാർ കഷ്ണങ്ങളെല്ലാം ചെറിയ രീതിയിൽ അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. സാമ്പാർ കഷ്ണങ്ങൾ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം കുക്കർ അടച്ച് 3 ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ അടിക്കണം. ശേഷം ആവി കളഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. സാമ്പാർ കഷ്ണങ്ങളെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു തവിയിട്ട് നമുക്ക് ഇളക്കി നോക്കാം. ചെറുതായിട്ടൊന്ന് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കടുക് താളിക്കണം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി 10 എണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. കടുക് താളിച്ചതിന് ശേഷം മല്ലിയില ഇടാം. മുളക് പൊടി 1.5 സ്പൂണ്, 1/2 സ്പൂണ് കായപ്പൊടി, 1/4 സ്പൂണ് ഉലുവാപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്കിട്ട് നന്നായി മൂപ്പിക്കണം. ഉള്ളി മൂത്തി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ചെറിയ തീയിൽ അതൊന്ന് ആക്കിയെടുക്കണം, ഇളക്കി കൊടുക്കണം. പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നന്നായി അത് തിളയ്ക്കണം. വെള്ളം നന്നായി ആ മസാലയ്ക്ക് ഇടുന്ന് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് അത് ഒഴിച്ച് നന്നായി അത് ഇളക്കി സാമ്പാർ കഷ്ണങ്ങളെല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടുപ്പിൽ വെച്ച് നന്നായി അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ടതിന് ശേഷം നന്നായി അത് ഇളക്കി കൊടുക്കണം. അങ്ങനെ സ്വാദേറിയ പരിപ്പിടാത്ത സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. സ്വാദേറിയ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.